അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സ് വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 5 അല്ലി വെളുത്തുള്ളി പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് പൊടിയാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ, പിന്നെ ഒരു പീസ് മത്തങ്ങ, പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ തക്കാളി എല്ലാം പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചെറുതായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ ഡിന്നറിനോ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ് കേട്ടോ ഇത്. ഓട്സ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ആദ്യം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. നമുക്ക് ഒരു സീസണിൽ കിട്ടുന്ന വെജിറ്റബിൾസ് ഏതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറി ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുരിങ്ങയില, ചീരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഇതുപോലൊരു സൂപ്പ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം പച്ചക്കറി നമുക്ക് കഴിക്കലാവുകയും ചെയ്യും, വിശപ്പ് മാറുകയും ചെയ്യും. അപ്പോൾ റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൂപ്പിൽ നമ്മൾ പുളിക്ക് വേണ്ടി ഇവിടെ തക്കാളിയാണ് ചേർക്കുന്നത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സൂപ്പ് റെഡി ആയതിനു ശേഷം ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സൂപ്പ് അധികം കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ 3 കപ്പ് എന്നുള്ളത് 3.5 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് കടിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇന്ദുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് വെന്തിട്ടാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും രാത്രിയിലൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും എന്നാൽ ടേസ്റ്റും ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് സൂപ്പിൽ ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അത് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സൂപ്പിന്. ഇപ്പോൾ നമ്മളുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഓട്സ് വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ളവരെ ഇതുപോലൊക്കെ ഒന്ന് സൂപ്പ് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.